إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها كذلك نجزي كل كفور وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ അതിന്റെ അവസാനങ്ങളോടടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഈ 10-20ഓളം ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇനി വരാനിരിക്കുന്നത്. കഴിഞ്ഞുപോയ ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യത്തിൽ അല്ലാഹു എന്ത് തീരുമാനമാണ് എടുത്തത്, നമ്മുടെ പ്രവർത്തനങ്ങളെ അവൻ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് സർവശക്തനായ റബ്ബിന്റെ കോടതിയിൽ എത്തുവോളം നമുക്ക് ബോധ്യമാവുകയില്ല. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ നാം ഉണ്ടോ എന്നുപോലും നമുക്ക് ഉറപ്പുമില്ല. പരിശുദ്ധ റമദാനിന്റെ തുടക്കത്തിൽ വ്രതമനുഷ്ഠിച്ച പലരും ഇന്ന് ലോകത്തില്ല, അവരുടെ ഖബറുകളിലാണ്. അല്ലാഹു അവരുടെ ഖബറുകളെ സ്വർഗ്ഗപൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സർവ്വലോക പരിപാലകനായ റബ്ബ് നമുക്കനുഗ്രഹിച്ചു തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് നാം അറിയാതെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമയങ്ങൾ, ആ സമയങ്ങൾ പരമാവധി നന്മയുടെ മാർഗങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തുവാനും വിനിയോഗിക്കുവാനുമാണല്ലോ നാം അത്യധ്വാനം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലത്തിൽ അശ്റുൽ അവാഖിറു മിൻ റമദാൻ യജ്തഹിദു ഫീഹാ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. വിശുദ്ധ റമദാനിന്റെ അവസാന ദശദിനങ്ങളിൽ 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു കഴിഞ്ഞാൽ യജ്തഹിദു ഫീഹാ,
ആ ദിവസങ്ങളിൽ അവിടുന്ന് വല്ലാതെ അധ്വാനിക്കാറുണ്ടായിരുന്നു. മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റു ദിവസങ്ങളിൽ അധ്വാനിക്കുന്നതിനേക്കാളും ഉപരി ധാരാളമായി അധ്വാനം റമളാനിന്റെ അവസാന 10 ദിവസങ്ങളിൽ അവിടുന്ന് നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് സഹാബിമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും വലിയ ഒരുക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി നടത്തി എന്നാണ് ഹദീസുകൾ വ്യക്തമാക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്ർ ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10ലേക്ക് പ്രവേശിച്ചാൽ ശദ്ദ മിഅ്സറഹു, അവിടുത്തെ അരയുടുപ്പ് മുറുക്കിയുടുക്കും. ഇബാദത്തിന് വേണ്ടി സജ്ജമാകുന്നതിന്റെ രൂപമാണ് ആ പറഞ്ഞത്. സുദീർഘമായ നിസ്കാരം, അതുപോലെ തന്നെ നല്ല നല്ല കർമ്മങ്ങൾ, കുടുംബജീവിതത്തിൽ അള്ളാഹു തനിക്ക് അനുവദിച്ചിരുന്ന ഇണയോടുള്ള ബന്ധം പോലും ആ രാത്രികളിൽ അവിടുന്ന് ഒഴിവാക്കി എന്നതിലേക്കുള്ള സൂചനയായി പറഞ്ഞതാണ് അരയുടുപ്പ് മുറുക്കിയുടുത്തു എന്നത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരും ഉണ്ട്. അത്രത്തോളം സമയങ്ങൾ വളരെയേറെ നന്മയുടെ മാർഗത്തിലേക്ക് അവിടുന്ന് വിനിയോഗിച്ചു. വഅഹ്യാ ലൈലഹു, അവിടുത്തെ രാത്രികൾ മുഴുവനും അവിടുന്ന് ജീവിപ്പിച്ചു. വഅയ്ഖള അഹ്ലഹു, ഇബാദത്തിന് കഴിയാവുന്ന കുട്ടികളെയും കുടുംബത്തിലെ ആരൊക്കെയുണ്ടോ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുണർത്തി ഇബാദത്തുകളിൽ സജീവരാകുവാൻ വേണ്ടിയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ സമയങ്ങളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളെ സംബന്ധിച്ച് വിലയറിയാത്തവരാണ് നമ്മൾ. കഴിഞ്ഞകാല സമയങ്ങൾ അത് നമുക്ക് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്ന് നമുക്കറിയില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി വരാനിരിക്കുന്ന സമയങ്ങൾ നമുക്കുണ്ടോ എന്ന് നമുക്കറിയില്ലെന്നും നമ്മൾ മനസ്സിലാക്കി. അതേ അവസരത്തിൽ നന്മയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞവരാണ് നമ്മൾ. ഏതൊക്കെ നന്മകളുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞവരാണ്. എന്നാൽ നന്മകൾ അറിയാത്തതല്ല പ്രശ്നം, നന്മകളോട് ആഭിമുഖ്യം പുലർത്തുവാൻ സാധിക്കുന്നില്ല, നന്മകളോട് കൂറ് പുലർത്തുവാൻ നമുക്കാകുന്നില്ല, നന്മകൾ ചെയ്യുവാനുള്ള താൽപര്യങ്ങൾ കുറഞ്ഞു വരികയാണ്. വിശുദ്ധ റമളാനിന്റെ ആദ്യ ദിവസങ്ങളിൽ കണ്ടിരുന്ന ആവേശം ഖുർആൻ പാരായണത്തിൽ പോലും ഇന്ന് നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ചിന്തകൾ പെരുന്നാളുകളിലേക്ക് വഴിമാറുകയാണ്. നമ്മുടെ ചിന്തകൾ ഷോപ്പിംഗിലേക്ക് തിരിയാൻ പോവുകയാണ്. നമ്മുടെ ചിന്തകൾ അനാവശ്യമായ പല കാര്യങ്ങളിലേക്കും നാം അറിയാതെ തിരിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെയാണ് സഹോദരങ്ങളെ നരകവാസികളായ ആളുകൾ റബ്ബിന്റെ മുമ്പിൽ വിലപിക്കുന്ന ഒരു രംഗം അല്ലാഹു തആല വിശദീകരിച്ചു തന്നത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കിട്ടുന്ന സമയങ്ങളൊന്നും നന്മയുടെ മാർഗത്തിലേക്ക് വിനിയോഗിക്കാതെ, ആ സമയങ്ങളുടെ വിലയറിയാതെ, ആ സമയങ്ങൾ ശരിയായ വണ്ണം ഉപയോഗപ്പെടുത്താതെ ജീവിതത്തെ ഹോമിച്ചു കളഞ്ഞവർ, നശിപ്പിച്ചവർ, അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയവർ, നിയമങ്ങൾ എന്താണെന്ന് പഠിച്ചവർ, എന്നാൽ ആ നിയമങ്ങൾക്ക് തന്റെ വിശ്വാസരംഗത്ത് വില കൽപ്പിക്കാത്തവർ, കർമ്മരംഗത്ത് അതിന് വില കൽപ്പിക്കാത്തവർ, സാമ്പത്തിക രംഗത്ത് അതിന് വില കൽപ്പിക്കാത്തവർ, ആളുകളുമായുള്ള ഇടപാടുകളിലും കുടുംബജീവിതത്തിലും അതിന് വില കൽപ്പിക്കാത്തവർ, ഇങ്ങനെ പടച്ച റബ്ബിന്റെ നിയമങ്ങളെ അറിഞ്ഞു എന്ന് മാത്രമല്ല അത് മനസ്സിലാക്കുക ചെയ്തിട്ട് പോലും അതിനോടൊരു ഗൗരവഭാവം കൈക്കൊള്ളാതെ ജീവിതത്തിൽ താൻ ഇതുവരെ തുടർന്നു പോന്നിട്ടുള്ള തോന്നിവാസങ്ങളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന, അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകൾ, അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ, അതുപോലും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുവാനുള്ള മാനസികമായ ഈമാനികമായ കരുത്തില്ലാതെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന ആളുകൾ നരകത്തിലെത്തിച്ചേരുമ്പോൾ, ഏതൊരു നരകം, ഓരോ രാത്രികളിലും അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ റമളാനിൽ നരകത്തീയിൽ നിന്ന് പാപികൾക്ക് മോചനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് പ്രവർത്തനം ചെയ്യുന്നവർക്കാണത്.
കേവല പ്രാർത്ഥനകൾ നടത്തുന്നവർക്ക് നരകമോചനമില്ല. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ, അല്ലാഹുവേ നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന കേവല പ്രാർത്ഥനകൾക്ക് വിലയില്ല. മറിച്ച് ആ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചുകൊണ്ട് നരകാഗ്നിയിൽ നിന്ന് ഇത്ഖ് ചൊല്ലപ്പെടണമെങ്കിൽ, നരകാഗ്നിയിൽ നിന്ന് മോചനം ലഭിക്കപ്പെടണമെങ്കിൽ അല്ലാഹു അതിന് പറഞ്ഞ ഉപാധികളുണ്ട്, അല്ലാഹു അതിന് പറഞ്ഞ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെ ജീവിതത്തിൽ പുലർത്തി ജീവിക്കാതെ തന്റെ എല്ലാ രംഗത്തും നിസ്സാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമിന്റെ നിത്യജീവിതത്തിൽ പാലിക്കാൻ പറഞ്ഞ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ പോലും പടച്ച റബ്ബിന്റെ പ്രവാചകന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഓരോ കാര്യങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന ആളുകൾ നാളെ പരലോകത്ത് അട്ടഹസിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച രംഗം അതാണ്. നരകാഗ്നിയിൽ വെന്തുരുകുന്ന നേരത്ത് അവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിന്റെ നിയമാവലികളെ കാറ്റിൽ പറത്തിയ, അതിൽ ശരിയായ നിലയ്ക്ക് വിശ്വസിച്ചുകൊണ്ട് അതിനോട് കൂടെ പുലർത്തി ജീവിക്കാത്ത എല്ലാവരും അവരാണല്ലോ അവിശ്വാസികൾ. ആ അവിശ്വാസികൾ ലാ യുഖ്ദാ അലൈഹിം, അവർക്ക് ആ നരകത്തിയിൽ ഒരു അന്ത്യമില്ല. ഫയമൂതു, എങ്കിൽ അവർക്ക് മരിച്ചു പോകാമായിരുന്നു. നരകത്തിയിൽ ഒരു മരണമില്ല. മരണമുണ്ടെങ്കിൽ ശിക്ഷയിൽ നിന്നൊരു മോചനമായി എന്ന് പലർക്കും ധരിക്കാമായിരുന്നു. തീർന്നു കിട്ടുമല്ലോ, മരിച്ചാ പിന്നെ ഒന്നും അറിയില്ലല്ലോ. പക്ഷേ നരകത്തിയിൽ മരണമില്ല. പിന്നെ എന്താ അല്പമെങ്കിലും ഒരു ശാന്തിയുണ്ടോ? ഒരു ഇളവ് നൽകപ്പെടുമോ? വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ആ നരകത്തിയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് അല്പം പോലും ലഘൂകരണവും നൽകപ്പെടുകയില്ല. കദാലിക നജ്സീ കുല്ല കഫൂർ, അപ്രകാരമാണ് എല്ലാ നന്ദികെട്ടവർക്കും ഞാൻ പ്രതിഫലം കൊടുക്കുക. അല്ലാഹു പറയുന്ന ശൈലി നോക്കൂ. കഫൂർ, നന്ദികെട്ടവൻ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉമ്മ പ്രസവിച്ച ആ ദിവസം മുതൽ ശുദ്ധമായ ഓക്സിജൻ സൗജന്യമായി അവൻ ശ്വസിച്ചു. അല്ലാഹു അനുവദിച്ച ഭക്ഷണങ്ങളും പാനീയങ്ങളും കഴിച്ചവൻ വളർന്നു. റബ്ബിന്റെ ആയിരം അനുഗ്രഹങ്ങൾ അവൻ അനുഭവിച്ചു. എന്നിട്ടും ആ അനുഗ്രഹങ്ങളിൽ നിന്ന് ഒന്നിനു പോലും ശുക്ർ കാണിക്കാനുള്ള മനസ്ഥിതിയില്ലാതെ ആരെന്തു പറഞ്ഞാലും വിശുദ്ധ ഖുർആൻ എന്ത് നിയമം പറയട്ടെ, ഹദീസുകൾ എന്ത് നിയമം പറയട്ടെ, എനിക്കെന്റേതാണ് വലുതെന്ന നിലക്ക് താനുണ്ടാക്കിയ ഒരു പദ്ധതിയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചുപോയി നന്ദികെട്ടവരായ ആളുകൾക്ക് ഇങ്ങനെയാണ് പ്രതിഫലം കൊടുക്കുന്നത്. വഹും യസ്തരിഖൂന ഫീഹാ, വഹും യസ്തരിഖൂന ഫീഹാ, അവരാ നരകത്തിയിൽ കടന്നുകൊണ്ട് അട്ടഹസിച്ച് നിലവിളിക്കുന്ന രംഗം. നരകാഗ്നിയിൽ കടന്നുകൊണ്ട് അവർ അട്ടഹസിച്ച് അലമുറയിടുന്ന രംഗം. എന്താണ് അവരപേക്ഷിക്കുന്നത്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, നീ ഞങ്ങളെ ഒന്ന് പുറത്തേക്കിട്ടതായോ. നരകത്തിയിൽ നിന്ന് പുറത്തേക്കിടാനുള്ള അപേക്ഷ. എന്തിനാ നരകത്തിയിൽ നിന്ന് പുറത്തേക്കിട്ട് തരുന്നത്? നഅമൽ സ്വാലിഹാ, ഞങ്ങളെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചോളാം, ഞങ്ങളെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തോളാം. അല്ലാഹ്, എങ്ങനത്തെ നല്ല കാര്യങ്ങൾ? ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതെ കുറെ വിട്ടുപോയിട്ടുണ്ട്. നാളെയാവാം, അടുത്തയാഴ്ചയാവാം, അടുത്ത വർഷമാകാം, 2 വർഷം കഴിയട്ടെ. ഇങ്ങനെ പല അവധികൾ വെച്ചുകൊണ്ട് ഞാൻ നീട്ടിയിട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ആ അവധിയെത്താൻ സാധിച്ചില്ലല്ലോ. എന്റെ ടൈം അതിന്റെ മുമ്പ് എത്തിപ്പോയില്ലേ. ഞാൻ ഒരുപാട് വീഴ്ചകൾ വരുത്തിയവനാണ്. ഞാൻ ഒരുപാട് ഉപേക്ഷകൾ വരുത്തിയവനാണ്. നല്ല നല്ല കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടും അതിനോട് നിസ്സംഗതാ മനോഭാവം സ്വീകരിച്ചവനാണ്. അതുകൊണ്ട് റബ്ബേ, നരകാഗ്നി എനിക്ക് സഹിക്കാനാകുന്നില്ല. ഒന്ന് പുറത്തേക്കിട്ട് തന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്തു വരാം റബ്ബേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ചോദ്യം, അവലം നുഅമ്മിർക്കും, സമയങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കൊഴിഞ്ഞുതീരുന്നതിനാൽ ഞാൻ എന്നോടും എന്റെ ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ്. നരകത്തിയിൽ വെച്ചൊരൽപ്പം സമയം ചോദിക്കുമ്പോ, ഒരൽപ്പകാലത്തേക്കുള്ള ഒരു ടൈം ചോദിക്കുമ്പോ അല്ലാഹു അവിടെ നിന്ന് ചോദിക്കുന്നത്, അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് സമയം തന്നിരുന്നില്ലയോ? ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്ന് അനുഗ്രഹിച്ചിരുന്നില്ലയോ?
എത്ര ആയുസ്സും സമയവുമാണോ നിങ്ങൾക്ക് ഞാൻ നൽകിയത്? മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ താൽപര്യമുള്ളവന് ചിന്തിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനുമൊക്കെയുള്ള സമയം കിട്ടുമാറ് ഞാൻ നിങ്ങൾക്ക് സമയം തന്നിരുന്നില്ലയോ? നിങ്ങൾക്ക് ടൈം തന്നില്ലയോ? മാത്രമല്ല നിങ്ങൾക്ക് സമയം തന്നു, നിങ്ങൾക്ക് ആരോഗ്യം തന്നു, നിങ്ങൾക്ക് അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ തന്നു എന്ന് മാത്രമല്ല, വജാഅകുമുൻ നദീർ. ഈ സമയങ്ങളൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം? നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മണിക്കൂറുകളും ദിവസങ്ങളും സമയങ്ങളുമൊക്കെ ഏത് മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് നിങ്ങളോട് കൃത്യമായി പറഞ്ഞു തരാനുള്ള ഉത്ബോധകന്മാര്, മുന്നറിയിപ്പുകാര്, പ്രവാചകന്മാര് നിങ്ങൾക്ക് വന്നെത്തുകയും ചെയ്തിരുന്നില്ലയോ? അന്നൊക്കെ നിങ്ങൾ അതിനെ മുഖവിലക്കെടുക്കാതെ പിറകോട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് താന്തോന്നികളായി നിങ്ങൾ ജീവിച്ചിട്ട് നരകത്തിയുടെ ചൂടറിഞ്ഞപ്പോൾ ഇപ്പോൾ സമയത്തിനു വേണ്ടി കെഞ്ചുന്നുവോ? ആകയാൽ ഫദൂഖൂ, ആസ്വദിച്ചോ, അനുഭവിച്ചോ. ഫമാലിൽ ളാലിമീന മിൻ നസീർ. അക്രമികൾക്ക് ഇന്നത്തെ ദിവസം ഒരു സഹായിയുമില്ല, ഒരു സഹായിയുമില്ല. നരകാഗ്നി പുറത്ത് നിൽക്കാൻ കഴിയുന്നില്ല, പുറത്ത് നിൽക്കാൻ കഴിയുന്നില്ല. 5 മിനിറ്റൊന്ന് വെയിലത്ത് നിൽക്ക്. സാധ്യമാകുന്നുണ്ടോ? നമുക്ക് ഓടിക്കയറുകയാണ് AC ഉള്ള വാഹനത്തിലേക്ക്, ഓടിക്കയറുകയാണ് AC ഉള്ള റൂമിലേക്ക്, AC ഉള്ള ഭാഗത്തേക്ക്. എന്തേ സഹോദരാ, ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, സഹിക്കാനാകുന്നില്ല, ക്ഷമിക്കാനാകുന്നില്ല. കഠിനമായ ചൂടാണ്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. നരകത്തിയുടെ ചൂടിന്റെയും എത്രയോ ഇരട്ടിയല്ലേ? 69 ഇരട്ടി പതക്കുന്ന ചൂട്. ആ ചൂടുള്ള നരകാഗ്നിയിൽ കിടന്ന് പൊളയുന്ന നേരത്ത് എനിക്കും നിങ്ങൾക്കും നേരം വേണം പോലും. കിട്ടിയ സമയമൊന്നും പോര പോലും. ഒരുപാട് കാലം ഇവിടെ ജീവിച്ചിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടില്ല. ആ സൽക്കർമ്മങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ആ സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ല. തന്റെ കഴിഞ്ഞകാല ഇന്നലകളിൽ സംഭവിച്ച വീഴ്ചകളെപ്പറ്റി ഈ റമദാനിലെങ്കിൽ പോലും ഒന്ന് ഒറ്റക്കിരുന്ന റബ്ബിനോട് പറഞ്ഞ് തിരുത്തേണ്ടത് തിരുത്താൻ നമുക്കിപ്പോഴും സമയം കിട്ടിയിട്ടില്ല. തൗബ ചെയ്യാൻ ഒരുങ്ങിയിട്ടില്ല. തൗബ എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. ഈ അർത്ഥത്തിലൊക്കെ സൽക്കർമ്മങ്ങളുടെ പാതകളിൽ നിന്ന് മാറിപ്പോയി റബ്ബിന്റെ മുമ്പിൽ ഒന്ന് വിനയത്തോടെ രാത്രിയിൽ നിസ്കരിച്ച് ഒരു പാപമോചനം നേടാൻ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ അത് രാത്രിയിലെ നിസ്കാരമാണ് പറയുന്നത്. ആ സുദീർഘമായ നിസ്കാരങ്ങൾ എവിടെയാണുള്ളതെങ്കിൽ അത് കണ്ടെത്തി ദീർഘമായി നിസ്കരിച്ച് റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്റേതായ പാപങ്ങൾ റബ്ബിനോട് പറയാൻ, തന്റെ സങ്കടങ്ങൾ പറയാൻ, പ്രതീക്ഷകളോട് പറയാൻ, അത്താഴ സമയത്ത് എഴുന്നേറ്റ് കിട്ടുന്ന സമയങ്ങളിൽ ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരുണ്ട് പാപമോചനത്തിന് തേടുന്നവൻ, ഞാൻ പുറത്തു തരാം. ഫഹൽ മിൻ സായിലിൻ, ആരുണ്ട് ചോദിക്കാൻ, ഞാൻ തരാം. ഫഹൽ മിൻ തായിബിൻ, ആരുണ്ട് തൗബ ചെയ്യാൻ, ഞാൻ തൗബ സ്വീകരിക്കാമെന്ന് പറയുന്ന നേരത്ത് പോലും അല്ലാഹുവിനോട് തേടാൻ മനസ്സ് വരാത്തത്ര മനസ്സുകൾ കടുത്തുറച്ചു പോയ ഒരവസ്ഥയിൽ നമ്മളായി തീർന്നുപോയി. സഹോദരന്മാരെ, ആലോചിക്കണം നമ്മൾ. നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് പോലും നമുക്ക് ചിന്തയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് താടി വടിക്കരുതെന്ന്. പരിശുദ്ധ റമളാനായിട്ട് പോലും നമ്മൾ താടി വടി നിർത്തിയിട്ടില്ല. ആരെയും ആക്ഷേപിക്കുകയാണെന്നോ വിമർശിക്കുകയാണെന്നോ നിങ്ങൾ ധരിക്കരുത്. ഇത് പരലോകത്തെത്തിക്കഴിയുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഖബർ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്, മഹ്ശറിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോഴും ഉടുമുണ്ട് നെരിയാണിക്ക് താഴെ ഉടുക്കല്ലേ എന്ന് പറഞ്ഞാൽ അത് തീവ്രതയായി ആരോപിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ എന്ന് ശഠിക്കുന്ന ഒരവസ്ഥയിൽ സമൂഹം മുന്നോട്ട് പോയാൽ എവിടെ വെച്ചാ സഹോദരായി മാറ്റം? എവിടെ വെച്ചാണ് മാറ്റം? ഞാൻ മാറിക്കോളാറുണ്ട്. ഒരല്പമൊന്ന് പിന്തിച്ചതായോ സകാത്തിന്റെ കാര്യത്തെപ്പറ്റി ഉത്ബോധനങ്ങൾ കേട്ടാലും പെണ്ണിന്റെ കയ്യിലുള്ള പൊന്നിന്റെ കണക്ക് ഇതുവരെ നോക്കിയിട്ടില്ലാത്ത രക്ഷിതാക്കൾ, പെണ്ണുങ്ങൾ, അതുപോലെ തന്നെ ശമ്പളത്തിന്റെ സകാത്ത് കണക്ക് കൂട്ടിയിട്ടില്ലാത്തവർ, കച്ചവട സ്ഥാപനങ്ങളുടെ ബിസിനസിന്റെ കണക്ക് നോക്കിയിട്ടില്ലാത്തവർ, തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് ഇതുവരെയും നടത്തിയിട്ടില്ലാത്തവർ, ആരുടെ മുമ്പിലേക്കാണ് ഈ കണക്കുകൾ നീട്ടിവെക്കുന്നത്? അതാ ഞാൻ പറയുന്നത്, അവിടെ എത്തുമ്പോ റബ്ബിനോട് ചോദിക്കും. അവിടെ നമുക്ക് എല്ലാത്തിനും
എന്തെങ്കിലും ടൈം വേണം. ടൈമരായോ റബ്ബേ, ടൈമരായോ, സമയം താ റബ്ബേ. ഗൈറല്ലദീ കുന്നാ നഅമൽ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഞങ്ങൾ ചെയ്യാതെ വിട്ടുപോയ അമലുകൾ ഒരുപാടുണ്ട്, അത് ചെയ്തോളാം, ടൈമരായോ. അപ്പോഴാ റബ്ബിന്റെ ചോദ്യം, അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് സമയം തന്നിരുന്നില്ലയോ? എത്രത്തോളം ഞാൻ നിങ്ങൾക്ക് സമയം തന്നു. മാ യതദക്കറു ഫീഹി മൻ തദക്കർ, മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കുന്നവനും മുറ്റാലോചിക്കുന്നവനും അതിന് മാത്രമുള്ള സമയം തന്നു. വജാഅകുമുൻ നദീർ, സത്യമേത് അസത്യമേതെന്ന് പഠിപ്പിക്കുന്ന ദൂതൻ നിങ്ങൾക്ക് വന്നു. അതുകൊണ്ട് തയ്യാറായില്ല, സാമ്പത്തികമായി മാറിയില്ല, വിശ്വാസരംഗത്ത് മാറിയില്ല, കർമ്മരംഗത്ത് മാറിയില്ല, സ്വഭാവരംഗത്ത് മാറിയില്ല, പെരുമാറ്റ രംഗത്ത് മാറിയില്ല, എവിടെയും മാറിയില്ല. പിന്നെ മാറ്റം കൊതിക്കുന്നുവോ? പടച്ച റബ്ബ് അതുകൊണ്ടാ പറയുന്നത്, ഫദൂഖൂ, ആസ്വദിച്ചോ, അനുഭവിച്ചോ, ഫമാലിൽ ളാലിമീന മിൻ നസീർ. ഒരു സഹായിയുമില്ല. ആരെ കാത്തിട്ടായിരിക്കുന്നത് സഹോദര? ആരെ കാത്തിരിക്കുന്നത്? ആരാ നിങ്ങളെ രക്ഷിക്കാൻ? ആരാ എന്നെ രക്ഷിക്കാൻ? ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ, അതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വിശുദ്ധ റമളാനിന്റെ ആദ്യ ദിവസങ്ങളിലുള്ളവർ ഇന്ന് പലരും ഖബറുകളിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കി കൊടുക്കും. നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ റമളാൻ പൂർത്തിയാക്കോ? പെരുന്നാളിന് കാത്തിരിക്കുകയാണ് നമ്മളുണ്ടോ? ആരാ ഉള്ളത്? എപ്പോഴാ ഉള്ളത്? എവിടെയാ ഉള്ളത്? നമുക്കറിയുമോ? എന്തേ മാറ്റത്തിന് തയ്യാറാവാത്തത്? അതുകൊണ്ട് സമയം കിട്ടുന്ന ഈ അവസരങ്ങളിൽ ഇന്നലകളിൽ എന്തും സംഭവിക്കട്ടെ, ഇന്നലകളിൽ എന്തും വരട്ടെ. റബ്ബാണ് ഓഫർ പറയുന്നത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ആശമുറിയണ്ട. ഏത് കൊടും ഭീകരനാണെങ്കിലും, ഏത് കൊടും പാപിയാണെങ്കിലും, എത്ര വലിയ ഹറാമുകൾ ചെയ്തവനാണെങ്കിലും റബ്ബിലേക്ക് മടങ്ങിയിട്ട് ഇനി അങ്ങോട്ട് ഞാൻ നന്നാകുമെന്ന ദൃഢനിശ്ചയത്തോടെ ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും ഒരു മാറ്റം വരുത്ത്. ഇതെല്ലാം പൊറുക്കാൻ തയ്യാറാണ്. അള്ളാഹു എല്ലാം പൊറുക്കാൻ തയ്യാറാണ് എന്നാണ് അള്ളാഹു തആല നമ്മോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആര് നരകത്തിയില്ലെന്ന് രക്ഷപ്പെട്ടുവോ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടുവോ, ഫമൻ സുഹ്സിഹാനിന്നാർ, ആര് നരകാഗ്നിയെ തൊട്ട് അകറ്റപ്പെട്ടുവോ, വഉദ്ഖിലൽ ജന്ന, ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം കേവലം വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല കേട്ടോ. കുറച്ചു കാലത്തേക്ക് നമ്മെ അത് വഞ്ചിക്കുകയാണ്. ഞാൻ എല്ലാം നിന്റെ കൂടെ ഉണ്ടാവുന്ന ദുന്യാവ് നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഉണ്ടാവില്ല. സെക്കൻഡുകൾ കൊണ്ട് വഴിമാറിപ്പോകും. സെക്കൻഡ് കഴിയുമ്പോഴേക്ക് പേരെന്ന് മാറിപ്പോയി മയ്യത്തായി. മയ്യത്ത് കുളിപ്പിച്ചോ, മയ്യത്തെടുത്തോ, മയ്യത്ത് ദഫൻ ചെയ്തോ, മയ്യത്ത് നിസ്കരിച്ചോന്നായി. ബാപ്പന്റെ മയ്യത്തെടുത്തോ എന്ന് ചോദിക്കുന്നില്ല, ബാപ്പനെ കബറടക്കിയോ എന്ന് ചോദിക്കുന്നില്ല. മയ്യത്തായി പോയി, ബാപ്പ പോയി, ഉമ്മ പോയി, എല്ലാവരും പോയി, നമ്മൾ എല്ലാവരും മാറി. പേര് തന്നെയും മാറിപ്പോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെയും കാത്തു നിൽക്കണ്ട. സമയം നമ്മെ കാത്തു നിൽക്കുന്നില്ല. ഏറ്റവും വിലപ്പെട്ട സമയങ്ങളാണ് വരുന്നത്. ആ സമയങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഞാനും നിങ്ങളും എല്ലാവരും അത്യധ്വാനം ചെയ്യുക. സർവ്വലോക പരിപാലകനായ റബ്ബ് നമുക്കെല്ലാം ആ നിലക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു രാത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി, അതേറെ പ്രതീക്ഷിക്കാവുന്ന സമയങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മതകാര്യ വകുപ്പ് ഇന്ന് രാത്രി എക്സ്പോ സെന്ററിൽ വിശദീകരിക്കുവാൻ ഈ ഉള്ളവനോട് ആവശ്യപ്പെട്ട വിഷയം
ഖദറിന്റെ രാത്രിയിലൂടെ വിജയത്തിലേക്ക് എന്നതാകയാൽ ഞാൻ അതിന്റെ സുദീർഘമായ വശങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് രാത്രിയിലെ നമ്മുടെ പരിപാടിയിൽ ഖദറിന്റെ രാത്രിയെ സംബന്ധിച്ചും അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചും നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ നാം ഭയപ്പെടുക നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരം മുഴുവനും നമുക്കെതിരാകാൻ പോവുകയാണ്. നമ്മുടെ ശരീരത്തെ മറച്ചുവെച്ചുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാനാകുന്നില്ല. എല്ലാവരിൽ നിന്നും മറച്ചുവെക്കാനാകുന്നു, റബ്ബിൽ നിന്ന് മറച്ചുവെക്കാനാകുന്നില്ല. എന്നാൽ നമ്മുടെ ശരീരവും അറിയാതെ പോകുന്നില്ല. ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നാളെ നമുക്കെതിരെ വർത്തമാനം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ, അല്ലാഹുവിന്റെ ശത്രുക്കൾ നരകത്തിയിലേക്ക് തെളിക്കപ്പെടുന്ന, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. ആ നരകാഗ്നിയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് തന്നെയും ഷഹിദ അലൈഹിം, അവർക്ക് എതിരെ സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കും. സംഉഹും, അവരുടെ കാതുകൾ, ചെവികൾ നമുക്കെതിരെ സംസാരിക്കും. വഅബ്സാറുഹും, അവരുടെ കണ്ണുകൾ, വജുലൂദുഹും, അവരുടെ സ്കിൻ, അവരുടെ തൊലികൾ. ചെവികളും കണ്ണുകളും നമ്മുടെ ബോഡിയിൽ മുഴുവൻ പരന്നു കിടക്കുന്ന നമ്മുടെ തൊലികളും നരകാഗ്നിയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് തന്നെ നമുക്കെതിരെ സംസാരിച്ചു തുടങ്ങും. എന്താ അവർ പറയുന്നത്? എന്താ നമ്മുടെ കാത് റബ്ബിനോട് പറയുന്നത്? എന്താണ് ഈ കണ്ണ് സംസാരിക്കുന്നത്? ആർക്കും പരിചയമില്ല ഇന്നുവരെ. നാവ് സംസാരിക്കുന്നതേ ഇതുവരെ കേട്ടിട്ടുള്ളൂ. കാത് വർത്തമാനം പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല. കണ്ണ് സംസാരിക്കുന്നവരെ അനുഭവം കേട്ടിട്ടില്ല മുമ്പ്. തൊലികൾ വർത്തമാനം പറയുന്നവർ രംഗം ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ. എന്തിനെ കുറിച്ചാ അവര് പറയാ? ബിമാ കാനൂ യഅമലൂൻ, ബിമാ കാനൂ യഅമലൂൻ. നമ്മൾ ചെയ്ത അമല്, ഞാനും നിങ്ങളും ചെയ്ത അമല്, ആ അമലിങ്ങനെ വിളിച്ചു പറയാ. നരകത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള എതിര് സാക്ഷികൾ, നമ്മുടെ തന്നെ ശരീരത്തിൽ നിന്നുള്ള എതിര് സാക്ഷികൾ. കണ്ണാ പറയുന്നത്, റബ്ബേ എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇവൻ ഹറാമിലേക്ക് നോക്കിയത്. കാതാണ് പറയുന്നത്, എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇവൻ ഹറാമ് കേട്ടത്. തൊലിയാണ് പറയുന്നത്, എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് മുഴുവൻ ഹറാമിലൂടെയും ഇവൻ സഞ്ചരിച്ചത്. ആ ഓരോ കർമ്മങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ മനുഷ്യൻ ചോദിക്കും, വഖാലൂ ലിജുലൂദിഹിം, അവരുടെ തൊലികളോട് മനുഷ്യൻ ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ വർത്തമാനം പറയുന്നത്? നിങ്ങളെ പോറ്റാനല്ലേ ഞങ്ങൾ ഹറാമ് ചെയ്തത്? നിങ്ങൾക്ക് ആനന്ദത്തിന്, കണ്ണിന് ആനന്ദത്തിനല്ലേ പലതും കണ്ടത്? കാതിന് ആനന്ദത്തിനല്ലേ പലതും കണ്ടത്? സ്പർശന സുഖത്തിന് വേണ്ടിയല്ലേ പലതും ചെയ്തത്? എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുകയോ? മനുഷ്യൻ അവനെതിരെ സംസാരിക്കുന്നവന്റെ അവയവങ്ങളോട് ചോദിക്കുന്ന നേരത്ത് ഖാലൂ, ആ കണ്ണും കാതും അതുപോലെ തന്നെ അവന്റെ തൊലികളുമൊക്കെ അവനോട് പറയും, അന്തഖനല്ലാഹ്, ഞങ്ങളെ ഇന്ന് അല്ലാഹയാ സംസാരിപ്പിച്ചത്. അല്ലദീ അന്തഖ കുല്ല ശൈഇ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കാൻ കഴിവുള്ളവനായ അല്ലാഹയാണ് ഇന്ന് ഞങ്ങളെയും സംസാരിപ്പിച്ചത്. വഹുവ ഖലഖകും അവ്വല മർറത്തിൻ, ആദ്യ തവണ നിങ്ങളെ പടച്ചതും അവനാണ്. വഇലൈഹി തുർജഊൻ, അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. നിങ്ങളുടെ കാതും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ തൊലികളുമൊക്കെ ഒന്നും മറച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയൂല. നിങ്ങൾക്ക് പലതും ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ? മാത്രമല്ല, നിങ്ങൾ പലപ്പോഴും വിചാരിച്ചു, നിങ്ങൾ പലതും ചെയ്തപ്പോ നിങ്ങൾ മാന്യന്മാരായി നിങ്ങൾ ചിന്തിച്ചുപോയി. വലാകിൻ വനന്തും, നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ വിചാരിച്ചു, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തിയും അല്ലാഹ് അറിയുന്നില്ലെന്ന് നിങ്ങൾ വിചാരിച്ചുപോയി. നിങ്ങൾ ചെയ്യുന്ന പലതും അല്ലാഹ് അറിയുന്നില്ല. അതൊന്നും എനിക്കത്ര, അല്ലെങ്കിൽ അറിഞ്ഞാലും എനിക്കത്ര പ്രശ്നമല്ല.
എന്ന നിലക്ക് നിങ്ങൾക്കൊരു നിർഭയത്വം നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായി. ആ നിർഭയത്വമാണ് നിങ്ങളെ ഇവിടെ അപകടത്തിൽ ചാടിച്ചത്. വദാലികും വന്നകുമുല്ലദീ വനന്തും ബിറബ്ബികും, നിങ്ങളുടെ റബ്ബിനെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായ ആ ധാരണയാണ് അർദാക്കും നിങ്ങളെ അപകടത്തിൽ ചാടിച്ചത്. ഫഅസ്ബഹതും മിനൽ ഖാസിരീൻ, അങ്ങനെ നിങ്ങളിവിടെ നിന്ദ്യരായി നികൃഷ്ടരായി നഷ്ടകാരികളുടെ കൂട്ടത്തിലായി പോയി. അതുകൊണ്ട് ഇനി വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. ഫയസ്ബിറൂ, ക്ഷമിക്കാനും ഇല്ലെങ്കിലും ഫന്നാറ് മസുവല്ലഹും, അവർക്കുള്ള സങ്കേതം നരകമാകുന്നു. ക്ഷമിക്കല്ലാതെ നിവൃത്തില്ല. വയസ്തഅ്തിബൂ, എന്തെങ്കിലും ഒരു കാരണം ബോധിപ്പിച്ച് രക്ഷപ്പെടുത്തണേ എന്ന് അട്ടഹസിച്ചാലൊന്നും ഫമാഹും മിനൽ മുഅ്തബീൻ, അവരൊരിക്കലും തന്നെ രക്ഷപ്പെടുത്തപ്പെടുന്നവരോ ആ വിളിയാളം കേട്ടുകൊണ്ട് സഹായിക്കപ്പെടുന്നവരോ അല്ല. അല്ലാഹു പറയാണ്, പ്രിയമുള്ളവരെ, ഇതൊക്കെ നരകാഗ്നിയെക്കുറിച്ച് റബ്ബ് പറഞ്ഞ ഭാഗങ്ങളാണ്. വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗം എടുത്തു നോക്കൂ. പരലോകത്തുള്ള കഠിനമായ അനുഭവങ്ങളെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ തേടണം. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തേടണം. അല്ലാഹുമ്മ അഅ്തിനാ മിനന്നാർ, അല്ലാഹുവേ നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണേ എന്നും വദ്ഖിൽനൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നും തേടുമ്പോൾ നരകത്തിലുള്ള കഠിനമായ അവസ്ഥകളെ സംബന്ധിച്ച് മനസ്സിൽ തട്ടിക്കൊണ്ട് അതൊരു സീസണിൽ മാത്രമല്ല, പ്രത്യേക ദിനങ്ങളിൽ മാത്രമല്ല, ഏത് ഘട്ടങ്ങളിലും ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ആ നിലക്ക് അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടണം. അല്ലാഹുവേ നീ ഏറ്റവും പൊറുക്കുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, അല്ലാഹുവേ നീ ഏറെ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നിനക്കിഷ്ടമാണ്. ഫഅഫു അന്നി, എന്നോട് മാപ്പാക്കണമേ എന്ന് അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞുകൊണ്ട് നരകാഗ്നിയുടെ കഠിനമായ കഠോരമായ അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ പോരായ്മകളെപ്പറ്റി മനസ്സിലൊതുക്കി ലഭിക്കുന്ന മനസ്സുമായി ഒലിപ്പിക്കുന്ന കണ്ണുനീരുകളോടെ റബ്ബിനോട് തേടുക. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നിസ്കാരവും നമ്മുടെ സൽക്കർമ്മങ്ങളും എല്ലാം എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്ക് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ കാരണത്താൽ. അല്ലാഹു എല്ലാം അറിയുന്നു. അല്ലാഹുവേ എല്ലാ വിഷമങ്ങളിൽ നിന്നും ദൂരീകരണം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും പലരും ഈ അടുത്ത ദിവസങ്ങളിലായി വഫാത്തായിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ ഖബറുകൾ നീ ശാന്തി നിറഞ്ഞതാക്കി കൊടുക്കണമേ. അവരുടെ ഖബറുകളെ നീ നിർഭയമുള്ളതാക്കി കൊടുക്കണമേ നാഥ. അവരുടെ ഖബറുകളിൽ നീ എല്ലാ അർത്ഥത്തിലുമുള്ള സുഖങ്ങൾ പ്രദാനം ചെയ്യണമേ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെയും അവരെയും നീ രക്ഷിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم انصر إخوان المسلمين في غزة، اللهم انصر إخوان المسلمين في فلسطين، اللهم انصر إخوان المسلمين في كل مكان يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم والحمد لله رب العالمين. توفنا مسلمين وألحقنا بالصالحين.